ഹായ് ഫ്രണ്ട്സ്, ഇത് നിങ്ങളെ പരിചയപ്പെടുന്ന 3 വ്യത്യസ്തമായിട്ടുള്ള ബോർഡുകളാണ്. അതായത് നല്ല സബ് ഔട്ട് കിട്ടണമെങ്കിൽ നല്ല സബ് ഫിൽറ്റർ തന്നെ വെക്കണം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന 3 വ്യത്യസ്തമായിട്ടുള്ള നല്ല സബ് ഫിൽറ്ററുകളാണ് പരിചയപ്പെടുത്തുന്നത്. എന്തായാലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ടി-ടെക്കിൻ്റെ പുതിയൊരു സബ് ഫിൽറ്ററാണ്. ഫുള്ളി SMT കമ്പോണൻസിൽ നല്ല ചെറിയ സൈസിൽ ചെയ്തു വന്നിരിക്കുന്ന നല്ലൊരു ബോർഡാണ്. 2 ഓപ്പൺ ബൈസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കമ്പോണൻസിലാണെങ്കിലും ട്രാക്കിലാണെങ്കിലും PCB ഡിസൈനൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12.0.12 തൊട്ട് നമുക്കൊരു 15 വോൾട്ടേജ് DC വരെ കൊടുത്താൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പോണൻസ് ഒക്കെ എല്ലാം ഒരു SMT ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഗെയിനും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൽ സിംഗിൾ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആംപ്ലിഫയറിൻ്റെ പാനലിലേക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വർക്കിംഗ് ഔട്ട്പുട്ട് കിട്ടുന്ന നല്ലൊരു ബോർഡാണ്. അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മാർക്കറ്റിൽ അധികം ഒന്നും വരാത്ത ഒരു പുതിയൊരു സബ് ഫിൽറ്ററാണ്. ഈ ടൈപ്പ് മോഡലുകളൊന്നും നമ്മളധികം കണ്ടിട്ടില്ല. ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സൈസ് അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു PCBയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പവർ സപ്ലൈ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഒരു 12.0.12 AC ഇതിലേക്ക് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീക്വൻസിയും ഗെയിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും PCB ട്രാക്ക് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് 2 സബ് ഔട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ പല ബോർഡിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2 സബ് ഔട്ട് കാണാറില്ല. ഇതിൽ 2 സബ് ഔട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിക്കുള്ള സബ് ഊഫർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 ഓപ്പൺ ബൈസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ടും നമുക്ക് ഈ ബോർഡിൽ നിന്ന് തന്നെ കിട്ടാനുണ്ട്. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ ഇത് ചൈനയിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു ബോർഡിൻ്റെ കോപ്പി ചെയ്തവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. കമ്പോണൻസ് നമ്മളിങ്ങനെയൊക്കെ തോന്നിയാൽ പോലും ഇരിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടും നല്ലൊരു സ്മൂത്ത് പഞ്ചും കിട്ടുന്ന നല്ലൊരു സബ് ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നതും 12.0.12 ഡുവൽ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സർക്യൂട്ട് ഓൾറെഡി മാർക്കറ്റിലൊക്കെ ഇഷ്ടംപടി ഉണ്ട്, എല്ലാവരും ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലപ്പോഴും പല ആൾക്കാർ കോപ്പി ചെയ്തിട്ടൊക്കെ പിന്നെയും ഇറക്കാൻ തന്നെ കാരണം. എന്തായാലും ഞാനിത് ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നല്ലൊരു സ്മൂത്തും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ചെറിയൊരു സൈസാണ്. വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ആംപ്ലിഫയറിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ടും ഈ സബ് ഫിൽറ്ററിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ 3 സബ് ഫിൽറ്ററും ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഔട്ട്പുട്ടാണ് നമുക്ക് ഈ 3 സബ് ഫിൽറ്ററിനും കിട്ടുന്നത്. നിങ്ങൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ പല 2-3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ഫിൽറ്ററുകൾ കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും യോജിക്കുന്ന ഇത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഇത് എല്ലാം നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. പുതിയൊരു വീഡിയോ